വേറെ തങ്ങൾ പിന്നെ ഈ പാണക്കാട് തങ്ങന്മാർക്ക് ഇത്ര വലിയ പ്രത്യേകത. നമ്മൾ തങ്ങന്മാർ തന്നെയല്ലേ, എല്ലാ തങ്ങന്മാരും ഒരു മരത്തിൻ്റെ കായ തന്നെയല്ലേ. പിന്നെ എന്താ ഈ ലീഗരും സമസ്തക്കാരും പാണക്കാട് തങ്ങന്മാരങ്ങനെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, നോ പറയാത്ത പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് പാണക്കാട് തങ്ങന്മാർ. അതുകൊണ്ട് അവരാരോടും നോ പറയാത്തതിലാരും പരാതി പറയേണ്ടതില്ല. ഈ പാരമ്പര്യം അതിന് വ്യക്തമായ തെളിവാണ്. എന്നോടൊരിക്കൽ ഒരു തങ്ങൾ പറഞ്ഞു, വേറെ തങ്ങൾ പിന്നെ ഈ പാണക്കാട് തങ്ങന്മാർക്ക് ഇത്ര വലിയ പ്രത്യേകത. നമ്മൾ തങ്ങന്മാർ തന്നെയല്ലേ, എല്ലാ തങ്ങന്മാരും ഒരു മരത്തിൻ്റെ കായ തന്നെയല്ലേ. പിന്നെ എന്താ ഈ ലീഗരും സമസ്തക്കാരും പാണക്കാട് തങ്ങന്മാരങ്ങനെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു, പാണക്കാട് തങ്ങളുമാരും ഇങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങളിപ്പോൾ പറഞ്ഞ വർത്താനം ഒരു പറയില്ല എന്നുള്ളതാണ് പറഞ്ഞു. ബേപ്പൂര് പരിപാടിക്ക് റമദാൻ മാസത്തിലെ പരിപാടി. അപ്പോൾ പോണ സമയത്ത് അന്ന് മൊയ്നലി തങ്ങളി കൂട്ടണം പരിപാടിക്ക്. ഇതളിച്ച് അതിപ്പോൾ തങ്ങളെ മോനുണ്ടല്ലോ മൊയ്നലി തങ്ങൾ. അതിനുവേണ്ടി ഞാൻ പോണ കാറ് പാണക്കാട് വഴിക്ക് പോരുകയാണെങ്കിൽ ബേപ്പൂർക്ക്. അപ്പോൾ ഞാനിപ്പോൾ തങ്ങൾ ഒന്നുകിൽ റെസ്റ്റിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിൽ, രണ്ടായാലും മൂപ്പര് ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ ചെല്ലണമെന്ന് വിചാരിച്ച് ഞാൻ കാറിലവിടെ ഇരുന്നു. ഞാൻ കാറിലിരിക്കുന്ന സമയത്ത് ഐതൽ തങ്ങൾ ഇറങ്ങി വരിക. ഞാൻ കാറിലുണ്ടെന്ന് കേട്ടിട്ട് ഇറങ്ങി വന്ന് ഞാൻ ഉടനെ ഇറങ്ങി ചെന്ന് കൈ പിടിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞാൽ, നന്നായി പ്രസംഗിക്കട്ടോ പോയിട്ട് എന്നൊക്കെ പറഞ്ഞാലും ഒരു കയറിപ്പോവുകയും ചെയ്തു. അപ്പം നമ്മളൊട്ടുണ്ടോ എന്നപ്പോൾ നമുക്കറിയാം. നമ്മളെപ്പോലത്തെ ആളുകളെ പോലും അവരിങ്ങോട്ട് വരിക. പിന്നെ പാണക്കാട്ടത്തങ്ങന്മാർ എല്ലാവരോടും നല്ല നിലക്ക്, ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും സിനിമാ നടന്മാരാണെങ്കിലും ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഈ സിനിമാ നടന്മാരെ കൂടെ പരിപാടിക്ക് ഇരിക്കുള്ളൂ നമുക്ക് തോന്നും. പക്ഷേ പാണക്കാട് തങ്ങന്മാർ അവരൊക്കെ ഉൾക്കൊള്ളും, അവരൊക്കെ വെക്കേണ്ടടുത്ത് വെക്കും, നാം മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കുകയും ചെയ്യും. അതിനൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യമാണ് ഇമാം സൈനുൽ ആബിദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ മരുമകനായ അലി ബിൻ അബി താലിബ് എന്നിവരുടെ പുത്രനായിട്ടുള്ള ഇമാം ഹുസൈൻ എന്നിവരുടെ കർബലയിൽ നിന്ന് ബാക്കിയായ ആൾ. കർബലയിൽ അഹ്ലു ബൈത്ത് മുഴുവൻ വംശനാശം വരുത്തപ്പെട്ടു. റസൂലുള്ളാഹി ഹുസൈൻ റളിയല്ലാഹു അൻഹു മുതൽ എല്ലാവരും കൊന്നല്ലോ, കുന്തത്തുമ കുത്തിയിട്ടൊക്കെ കൊണ്ടായത് തല ഇമാം ഹുസൈൻ്റെ. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ട ആളാണ് സൈനുൽ ആബിദീൻ. അവിടെ പിന്നെ പനിച്ച് കിടക്കുന്നതുകൊണ്ട് യുദ്ധത്തിന് പോയില്ല, എന്നിട്ട് പിന്നെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് ബന്ധനസ്ഥനാക്കിയിട്ട് മദീനയിലേക്ക് എത്തുക ചെയ്യുന്നത്. ഈ സൈനുൽ ആബിദീൻ ഒരുപാട് വർഷം 90ഓളം വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് പിന്നെ അഹ്ലു ബൈത്ത് അദ്ദേഹത്തിൽ കൂടിയാണ് പിന്നെ വരുന്നത്. ഈ അഹ്ലു ബൈത്തിലെ പിന്നെ സൈനുൽ ആബിദീൻ എന്നവരുടെ മകൻ പിന്നെ മുഹമ്മദുൽ ബാഖറിൻ്റെ മകൻ മുഹമ്മദുൽ ബാഖറിൻ്റെ മകൻ ജാഫർ സാദിഖ്. ഈ ജാഫർ സാദിഖിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഷിഹാബ് എന്ന ഒരാൾ യമനിലെ തെരീമിൽ വന്നിട്ട് താമസാക്കി. ആ പരമ്പരയിൽ നിന്നാണ് പാണക്കാട് തങ്ങന്മാർ വരുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഉപ്പാപ്പയായിട്ടുള്ള മാതൃകയായിട്ടുള്ള സൈനുൽ ആബിദീൻ തങ്ങളൊക്കെ അവിടെ പിന്നെ അമവി രാജാവ് പിന്നെ അബ്ദുൽ മലിക് ബിൻ മർവാൻ, അബ്ദുൽ മലിക് ബിൻ മർവാൻ തന്നെ, അദ്ദേഹം പിന്നെ അന്ന് രാജാവല്ല, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ രാജകുമാരനാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ അജിന് വന്നപ്പോൾ അദ്ദേഹത്തിന് ഹജറുൽ അസ്വദ് ചുംബിക്കണം. ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വേണ്ടി തിരക്കി എത്തണില്ല. അവസാനത്തെ കാരണം ഈ ഇഹ്റാമിൻ്റെ വേഷത്തിലായതുകൊണ്ട് രാജാവിനെയും പ്രജനെയും തിരിച്ചറിയില്ലല്ലോ, ആൾക്കാർക്കും പിന്നെ ഒരു രാജാക്കന്മാരായതുകൊണ്ട് തന്നെ ഓരോ തിരിച്ചറിയില്ല, ഓരോ കൊട്ടാരത്തിലും സിംഹാസനത്തിലും ഒരു പോരോ. അങ്ങനെ അദ്ദേഹം തിരക്കി തളർന്നുകൊണ്ട് ഒരു ഭാഗത്ത് വന്ന് ഇരിക്കുക, വിശ്രമിക്കുക. ആ സമയത്ത് ഇമാം സൈനുൽ ആബിദീൻ തങ്ങൾ വരികയാണ്. സൈനുൽ ആബിദീൻ വന്നതോടുകൂടി മൂപ്പരും ഇഹ്റാമിൻ്റെ വേഷത്തിൽ തന്നെ, പക്ഷേ ജനകീയനാണ്, ജനങ്ങളുടെ ഇടയിലുള്ള ആളാണ്. ഇതേപോലെ തന്നെ പാണക്കാട്ട് തങ്ങന്മാരെ പോലെ തന്നെ സകല ആൾക്കാരുടെ ഇടയിലുള്ളതാണ്. അതുകൊണ്ട് ആർക്കും തിരിയാത്ത പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ സൈനുൽ ആബിദീൻ തങ്ങൾ വന്നപ്പോൾ ആളുകൾ മുഴുവൻ വഴി ഒരുക്കി കൊടുത്ത് ഹജറുൽ അസ്വദ് ചുംബിച്ച് ഹജ്ജ് പൂർത്തിയാക്കാൻ വേണ്ടി തവാഫിന് പോയി. ഇത് കണ്ടപ്പോൾ ഇവർ ചോദിച്ചു, ഏതാ വന്ന ആളെന്ന് ചോദിച്ചു. അപ്പോൾ അറിയുമ്പോഴേക്ക് അറിഞ്ഞിട്ടും കൊച്ചാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോഴാണ് അമവി കൊട്ടാരത്തിലെ കവിയാണ് ഫറസ്ദക്ക് ചൊല്ലിയ കവിതയാണ്. ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയില്ലല്ലേ, നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയില്ലല്ലേ? എന്നാൽ കഅബാലയത്തിന് അദ്ദേഹത്തെ അറിയാം, ഹറമിന് അദ്ദേഹത്തെ അറിയാം, ഹറമേതര പ്രദേശങ്ങൾക്കും അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം ലോകത്തുള്ള ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഖൈറു ഇബാദില്ലാഹി കുല്ലിഹിം അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട മോനാണ്.
എന്നിട്ട് പിന്നെ ഫറദക്ക് പറയണം മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹുദിഹി ലൗല തശഹുദു കാനത്ത് ലാ ഉഹു നഅമു. മാ ഖാല ലാ, അദ്ദേഹം ഒരിക്കലും ലാ പറഞ്ഞിട്ടില്ല, ഇല്ലാ ഫീ തശഹുദിഹി അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലയിലുള്ള ലാ അല്ലാതെ. ലൗല തശഹുദു, ഈ അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാ ഇല്ലായിരുന്നെങ്കിൽ കാനത്ത് ലാ ഉഹു നഅമു, എല്ലാ ലായും നഅം ആയിരിക്കും. നോ പറയാത്ത പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് പാണക്കാട് തങ്ങന്മാർ. അതുകൊണ്ട് അവരാരോടും നോ പറയാത്തതിലാരും പരാതി പറയേണ്ടതില്ല. ഈ പാരമ്പര്യം അതിന് വ്യക്തമായ തെളിവാണ്.